Hi guys. Hi. Welcome to our channel. Mallu couple from UK. Okay. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരാൻ പോകുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഇവിടെ ഒരു 3:30 കഴിഞ്ഞു. നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ഫസ്റ്റ് വീഡിയോ ചെയ്ത ആ പാർക്ക് അതൊന്ന് ഫുള്ള് കവർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് ഇന്നത്തെ വ്ളോഗ്. ഇവിടെ സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ ഓടി നടക്കുകയാണ്. ആണോ വെറുതെ മോണുണ്ടോ? അപ്പോൾ അതുപോലെ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. കാരണം ഇപ്പോൾ സൈഡിൽ കൂടി കുട്ടികളെ പോകും. സെക്യൂരിറ്റി ഇഷ്യൂസ്, പ്രൈവസി ഇഷ്യൂസ്, അത് കാരണം ഞങ്ങളൊന്നും അങ്ങനെ നടന്നെത്തിയിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ കാണാം. ഓക്കെ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഡിഫറെൻറ്റ് കളർ പെയിൻറ്റ്സ്, ഇപ്പം അപ്പുറം വീട്ടിൽ വൈറ്റ് ആണ്, ഇപ്പുറം വീട്ടിൽ ഗ്രീൻ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ മോസ്റ്റ് ഓഫ് ദി വീടും നമ്മുടെ ഇഷ്ടികക്കല്ലല്ലോ, ആ ഒരു സ്ട്രക്ചറിലാണ്. പിന്നെ ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ വീട്. ഇത് ഫുള്ള് ഒറ്റ വീടൊന്നുമല്ല, ഇത് പല പല വീടുകളാണ്. അറ്റാച്ച്ഡ്, ഡിറ്റാച്ച്ഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണ് ഇവിടുത്തെ ബിൽഡിംഗ് ടൈപ്സ് വരുന്നത്. ഇതൊരു സ്ട്രീറ്റാണ്, റെസിഡൻഷ്യൽ സ്ട്രീറ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുന്നത് ഒരു മെയിൻ റോഡുണ്ട്. അതിന് കുറച്ചങ്ങ് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഐസ്റ്റൺ പാർക്ക് വരുന്നത്. ഇവിടെ എല്ലാ സിറ്റീസിലും എല്ലാ റെസിഡൻഷ്യൽ ഏരിയയിലും പാർക്കുകളുണ്ട്. പാർക്ക് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതെ, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ആണ്. അതുപോലെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും അവരുടേതായ ഡെയിലി ലൈഫിൽ വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഇവിടെ മോർണിംഗ് വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം. നമുക്ക് മടിയാണ്, ഞങ്ങൾക്ക് ഒരു ഡേ ഔട്ട് കിട്ടി കഴിഞ്ഞാൽ ഇന്ന് തന്നെ 11:30 എണീറ്റ് 11:30 12 മണി കഴിഞ്ഞു. കാരണം ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ തന്നെ ഒരു 4 മണി 4:30 കഴിഞ്ഞു. ഇന്നലെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു 7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക വീട്ടിലും ലൈറ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്ന UK എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ സമ്മറാണ് നൈറ്റ് ലൈഫ് ഉണ്ടാകുന്നത്. മോർണിംഗ് അല്ലല്ലോ, ആണ്ടോ ഇതൊക്കെയാണ് ഈവനിങ് ആയി. എന്നിട്ട് ഞാൻ ഗുഡ് മോർണിംഗ് ആണ് പറഞ്ഞത്, കാരണം ഞാൻ കുറച്ചും കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അതെ, ബോധം വെളുവൊന്നും പെണ്ണുപിള്ളയുടെ അത്ര എനിക്കില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അല്ലേ. ഞാനിപ്പോൾ റോട്ടിലേക്ക് എത്തി. ഇവിടെ കുറച്ച് എന്താ പറയുക, ട്രാഫിക് റൂൾസ് ഇപ്പം കാണുമ്പോൾ തന്നെ കാണാം. നമുക്കുള്ള പെഡസ്ട്രിയൻസിനുള്ള വാക്ക് വേ, സൈക്കിൾ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അറേഞ്ച്മെൻറ്റ്. ഇനിയിപ്പോൾ ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ അവിടെ ചെന്നിട്ട് ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്ക് പുറത്തോട്ടായിട്ട് ഫ്രീയായിട്ടും ക്രോസ് ചെയ്യുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതെ, ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. നമുക്ക് നാട്ടിലെ പോലെ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. വട്ടം ചാടി നമ്മൾ ഇവിടെ വരിക, അതെ ക്രോസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ലൈറ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻസ്. ഇതിനുള്ളിൽ ഞെക്കുക, അപ്പോൾ വെയിറ്റ് വരും. അത് കഴിഞ്ഞാൽ ഇവിടെ ഇത് സിഗ്നൽ കട്ടാവും. ഇവിടെ ഓറഞ്ച് ലൈറ്റ് കാണുമ്പോൾ തന്നെ അതിനു മുമ്പ് ഇവർ നിർത്തി അവിടെ. നമുക്കിത് ഇപ്പോൾ അവിടെ പച്ച കത്തുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പോൾ ക്രോസ് ചെയ്യാം, അപ്പുറത്ത് വണ്ടി വരുന്നില്ല, പക്ഷേ അത് ശരിയല്ല. പക്ഷെ ചില നമ്മളെ പോലുള്ള മലയാളികൾ പട്ടം ചാടാനൊക്കെ വാ ഇതിപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് വേണമെങ്കിൽ പോകും, പക്ഷെ ഇവർ പോവില്ല. അവർക്ക് ആ കറക്റ്റ് സിഗ്നൽ കിട്ടിയാൽ തന്നെ മാത്രമേ അവർ പോകുള്ളൂ. അവർക്ക് ഗ്രീൻ ലൈറ്റ് കത്തിയാൽ മാത്രം അവർ വണ്ടി എടുക്കുള്ളൂ. അത് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് സിഗ്നലിൽ. അല്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലോ. നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ, അവർക്ക് അതോറിറ്റീസുകാരെ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ അവർ വണ്ടി എടുത്തിട്ട് പോകും. നമ്മളും ചെയ്തിട്ടൊക്കെ ഉണ്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതുപോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇതുപോലെ അത് മാത്രമല്ല, ഇതിവിടെ നോർമൽ വണ്ടി പോലെ തോന്നും, പക്ഷെ ചിലതൊക്കെ പോലീസുകാർ തന്നെ ആയിരിക്കും. ഇതിപ്പം
സൈഡിൽ കാണുന്ന ഒരു വണ്ടിയൊക്കെ ഉണ്ട്. ഇത് സെക്കൻഡ് കാറും വിൽക്കാനുള്ള വണ്ടിയൊക്കെയാണ്. നമുക്ക് മേടിക്കാം, കാശില്ലാത്തതുകൊണ്ട് മേടിക്കുന്നില്ല. വണ്ടി ഒരെണ്ണം മേടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, വണ്ടി ഇല്ലാതെ ഒന്നും നടപടിയാവില്ല. അവിടെ നമുക്ക് വണ്ടി വേണം. വണ്ടി ഉണ്ടെങ്കിൽ തന്നെ പോണ സ്ഥലത്തായിരിക്കും ബസ്സിന് അരമണിക്കൂർ. അതെ. പുള്ളി നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകണം കണ്ടുകഴിഞ്ഞപ്പോൾ ഒറ്റ കേൾപ്പിച്ച ബ്രോ എന്നൊക്കെ വിളിച്ച്. ഇവിടെ എല്ലാവരും ഭയങ്കര ഒരു ഇതാണ്. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് ചമ്മലില്ല. ഇപ്പൊ നാട്ടിൽ വെച്ച് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ തുടങ്ങാം. ഞങ്ങളിങ്ങോട്ട് UK വന്നേക്ക് മുന്നേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമുക്കത് സാധിച്ചില്ല എന്നല്ല, നമ്മൾ അതിന് എന്താ പറയുക, അതെ, ഒരു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ചമ്മലാണ്. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ റീലെടുക്കുമ്പോ തന്നെ അയ്യോ എല്ലാരും നോക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അതെ പടത്തുകൂടി പോയപ്പോലെ അവര് നമ്മുടെ മുഖത്ത് നോക്കില്ല. ഇതിന് മോർണിംഗ് ടൈമിലൊക്കെയാണ് അവർ ഗുഡ് മോർണിംഗ് വിഷയം കാര്യങ്ങളൊക്കെ മുഖത്തൊക്കെ ചിരിക്കും. അല്ലെങ്കിൽ അവരവരുടെ ലൈഫ്. അപ്പോൾ ഇതാണ് പാർക്കിലേക്ക് പോണ വഴി. പാർക്കിലേക്ക് കയറുന്ന വഴി എത്തി. ഇതിവിടെ റൈറ്റ് കയറുമ്പോൾ ബാക്കി വേഗം തന്നെ പോകും. ഇതാണ് ഞങ്ങളുടെ ബാക്കി ഉണ്ടോ ഒരു വണ്ടിയൊക്കെ പോകണുണ്ടോ, മിനി കൂപ്പർ. ഇതാണ് ഞങ്ങളുടെ പാർക്കിലേക്ക് പോകുന്ന വഴി. വണ്ടി ഇല്ലാത്തതുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങി കിടക്കാം. ഇവിടെ 2 വയസ്സുള്ളൊരു കുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ട്. അവരുടെ പേരൻസ് ഉണ്ടായിരുന്നു. അവരുടെ എന്തോ കയ്യിലും വെച്ച മിസ്റ്റേക്ക് അങ്ങനെ എന്തോ പറ്റി. അപ്പോൾ കുട്ടി വെള്ളത്തിൽ പോയി. 2 വയസ്സുള്ളൊരു ആൺകൊച്ചാണ്. പയ്യൻ ഇതുവരെ ബോഡി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഫുൾ സെർച്ചിങ് ആയിരുന്നു. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് എന്താണോ പോലീസുകാരില്ല. അതല്ലായിരുന്നെങ്കിൽ ഇവിടെ ഹെലികോപ്റ്റർ വരെ വന്നിട്ട് സെർച്ചിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം പാർക്കിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം. Yes, man. Yeah, bro. നല്ല മണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ പോയി, ഇതികൂടെ പോയി, ഇങ്ങനെ പോയി, ഇവിടെ വെള്ളം ചെന്ന് ഇങ്ങനെ കയറി, ഇങ്ങനെ പോയി, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകാം. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോൾ ഇതേ മനോഹരമായൊരു വ്യൂ. കാടൊന്നും സെറ്റപ്പാണ്. ഇപ്പോ ഇവിടെ വെതർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. സ്പ്രിങ് മാർച്ച് 10 ആണെന്ന് തോന്നുന്നു. ഇവിടെ ഡേലൈറ്റ് സേവറാണ്. അപ്പോൾ 1 hour ബാക്ക് ഔട്ട് ആവും. അപ്പം നമുക്ക് രാവിലെ ഇത്തിരിയും കൂടി നേരത്തെ നേരം വെളുക്കും. അപ്പം നമുക്ക് വൈകുന്നേരം ഇത്തിരിയും കൂടി ഡേലൈറ്റ് കൂടുതൽ കിട്ടും. കാടുണ്ട്, കാട്ടിലേക്ക് കയറും. അപ്പേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ടൈം നമുക്ക് 4.5 മണിക്കൂർ ആയിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നത്. പിന്നെ അത് 1 മാസം 1.5 മാസം കഴിഞ്ഞിരിക്കും അല്ലേ? ഒരു നവംബറൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഡൈലൈറ്റിൻ്റെ ഇതൊക്കെ കുറഞ്ഞു. പിന്നെ ഒരു ഉദികട അണ്ണാനൊക്കെ ഉണ്ട്. അണ്ണാനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അണ്ണാൻ കുഞ്ഞ് ഓടിപ്പാടുണ്ടോ, കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതെവിടെ ഉണ്ട്, സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അതൊന്നുമല്ല. അപ്പം സീസണിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാ ഫീൽഡിലും ഈ ഡാഫോഡിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ഡേ ഇങ്ങനെ നടന്നു കഴിഞ്ഞ ടൈമിൽ ഇവിടുത്തെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്നാണ് ഇവിടെ സ്പ്രിംഗ് സീസണൊക്കെ കിടക്കുമ്പോഴേക്കും ഫുൾ ഡാഫോഡിൽസ് അതായിരിക്കും. പക്ഷെ ഇവിടെ കാണുന്നില്ല. ഇവിടെ കുറച്ചൊക്കെ അവിടെ ഇവിടെ ആയിട്ടുള്ളൂ. മെയിൻ റോഡിൻ്റെ സൈഡിലൊക്കെ കുറേയുണ്ട്. അണ്ണാൻ പോണ അണ്ണാൻ എവിടെ പോയി? ഈ അണ്ണാനൊന്നും ശരിയല്ല.
കുട്ടി പറയുന്നിടത്ത് അണ്ണാൻ നിൽക്കല്ലേ. എന്നാ പറ്റിയ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. കണ്ട് ഇതിവിടെ വേണ്ടേ, ഇവിടെ ഇതുണ്ടോ, ഇങ്ങോട്ടും ഒരു വഴിയുണ്ട് ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്. അതിവിടെ പോയൊരു പുഴയുടെ വ്യൂ ആണ്. കാർ പാർക്ക് നമുക്ക് ഇതിൽ കിടപ്പാം. അപ്പോൾ നമ്മൾ ഇതിൽ കിടപ്പാം. ഇതൊരു ഇതാണ്, ഒരു തോട് പോലെ, കൈത്തോട് പോലത്തെ ഒരു തോടല്ല, ഒരു കനാല്. അങ്ങനെ നടക്കുന്നു. എന്തായാലും ആദ്യമേ അണ്ണാൻകുഞ്ഞിനെ കാണിച്ചു തരാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ അപ്പോഴത്തേക്കും ഫോണിൻ്റെ സ്റ്റോറേജ്, ഫോണിൻ്റെ ഒരാളൊരു കാര്യം പറഞ്ഞിട്ടില്ലേ, എല്ലോ ഡാഫോഡിൽസ് കേട്ടോ, ഇതാണ് ആ സാധനം. കോളംബി. ഇതാണ് ഇവിടെ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ആവുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവുന്നത്. അയ്യോ, കണ്ണൊക്കെ മഞ്ഞളിച്ച് പോകും. ഒക്കെ കണ്ണില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, കണ്ണുണ്ടായിട്ട് കാര്യമില്ല, കാഴ്ചയില്ല. ഇതിൽ ആരാണ്ടൊക്കെ ടെൻ്റ് അടിച്ച് കിടക്കുന്നുണ്ട്. ആരുമില്ല എന്ന് പറഞ്ഞിരുന്നു, എല്ലാം പറഞ്ഞു കാണിച്ചുതരാം. ടെൻ്റ് ഉണ്ടോ, ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ ആൾക്കാരൊക്കെ ട്രിപ്പ് പോലെയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട്. നമ്മളെപ്പോലല്ല പൈസ സേവ് വെക്കുക, പിന്നെ ഭാവിയിലേക്ക് അത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കാന്നല്ല. ഇവര് പൈസ ഉണ്ടാക്കാൻ ട്രിപ്പ് അടിക്കാം, പൈസ ഉണ്ടാക്കാൻ ട്രിപ്പ് അടിക്കാം. ഇവിടെയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ മറ്റൊരാൾ ഓപ്പോസിറ്റ് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് നോക്കുക, അവർക്ക് വേണമെങ്കിൽ അത് ലീഗലി മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായൊക്കെ പറയും. ആ, ഇവിടെ എല്ലാവരും നമ്മൾ റോഡിൽ കൂടെ പോകാൻ നടന്നു പോകുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് ഹായ് ഒക്കെ പറഞ്ഞ് ഓൾ റൈറ്റ് ഒക്കെ ചോദിച്ച് ഒക്കെ സെറ്റായിട്ടാണ് പോകത്തുള്ളൂ. അതെ, ആദ്യം എന്ന് പറഞ്ഞാൽ എന്നോട് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ താങ്ക് യു പറയും. പിന്നെ അവർ താങ്ക് യു, നമ്മൾ വഴിയൊക്കെ സൈഡൊക്കെ ഒതുങ്ങി പൊതുവെ നടന്നു പോരുവാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ആരെങ്കിലും നടന്നു പോരുവാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി നിന്ന് കൊടുക്കുമല്ലോ. അപ്പോൾ അവർ താങ്ക് യു പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാനും തിരിച്ച് താങ്ക് യു പറയും. അത് എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്നാമത്തെ കേസ് പറഞ്ഞ് ശീലമില്ല, അത് മാത്രമല്ല പഠിക്കാൻ പറ്റുമ്പോൾ പഠിച്ചില്ല. അതങ്ങനെയായിപ്പോയി. പിന്നെ നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെയാണ് കയറി പോകാൻ പോകുന്നത്. അങ്ങോട്ടേ കൊള്ളാം. ഇതിനുള്ള എക്കോ ഉണ്ടോ നോക്കാം. എക്കോ ഉണ്ട്. ഇത്രയുള്ളൂ, പോണ വഴിക്കടെ ഓൾ റൈറ്റ് ഒക്കെ പറഞ്ഞ് സെറ്റായിട്ട് നമുക്ക്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി, ചലഞ്ച് എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട്, അവൻ്റെ അടുത്ത് പോയി. ഇവിടുന്ന് ഒരു 5.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ട്രെയിനിനൊക്കെയാണ് പോയത്. അങ്ങനെ നീ ചിരിക്കണേ, അങ്ങനെ ചിരിക്കുക, ചേട്ടൻ്റെ കാര്യം പറയണം, എന്തെങ്കിലും ഉണ്ടോ ചിരിക്കാൻ. വഴി തെറ്റിക്കണേ, അതൊക്കെ ഇഷ്ടം പോലെ, ഇവിടെ പറഞ്ഞ സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല. പിന്നെ അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, യോവിൽ, അതല്ല യോവിൽ. നമ്മൾ യോവിലിൽ പോയി. യോവിലിൽ പോകുമ്പോൾ ട്രെയിനൊക്കെയാണ് പോയത്. അപ്പോൾ പോണ വഴിക്ക് ഫുള്ള് മിസ്റ്റേക്ക് ആയിരുന്നു. ഇവിടുന്ന് ഫസ്റ്റ് ട്രെയിൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ട്രെയിൻ കയറുന്നു. അതൊക്കെ പ്രോബ്ലം ആയി പോയി. എന്താ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണെന്ന് ഒരു പിടുത്തുണ്ടായില്ല. അത് ട്രെയിൻ കാർഡ് എടുത്തു, 1 ഇയറിലേക്കുള്ള ട്രെയിൻ കാർഡ് എടുത്തു. പിന്നെ നമ്മൾക്ക് പിന്നെ ട്രെയിൻ കാർഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഡിഡക്ഷൻ കിട്ടും, അത്രേ ഉള്ളൂ. അതിനും താഴും. ശരിക്കും നല്ല റേറ്റ് കുറഞ്ഞു കിട്ടും. 2 more daysന് മുമ്പാണ് റെയിൽ കാർഡ് എടുക്കാനും ട്രാവൽ ചെയ്യാനും ചിന്തിച്ചത്. അത് ഇവിടുത്തെ ഫ്രണ്ട്സ് അല്ല, 2 more days മുന്നേ അല്ല, ഇന്ന് എടുത്തിട്ട് നാളെ പോയത്. അങ്ങനെയായിരുന്നു. തലേന്ന് എടുത്തിട്ട് പിറ്റേഴ്സ് നമ്മൾ പോവുകയാണ് ചെയ്തത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സ്റ്റേഷനെത്തി അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചപ്പോൾ അവർ പക്കയായിട്ട് പറഞ്ഞു, ഒന്നാമത് ഇവിടെ ഇങ്ങനെ അധികം പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടു വന്നേ പിന്നെ ഞാനും അങ്ങനെ ഇറങ്ങിയത്. അവർ കറക്റ്റ് ഇവിടെ നിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അന്നേരം ഞങ്ങൾക്കൊരു ട്യൂബ് കണക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എക്സാക്ട് ടൈമും
അതിൽ കൊടുത്തേക്കുന്ന കറക്റ്റ് ടൈമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് ടെൻഷൻ അടിച്ച് ഇനി എങ്ങനെ എവിടെ ഏത് ട്യൂബ് സ്റ്റേഷനാണ് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരിക്കും. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് 5 minutes 3 minutes ഗ്യാപ്പിലുണ്ട്. ഇതിപ്പോൾ അതിനിടയ്ക്ക് കണ്ടോ ഒരു അരയണം നിൽക്കുന്നതുണ്ടോ? അരയണം നിൽക്കുന്നു. താറാക്കുഞ്ഞുങ്ങളോ താറാവുള്ളൂ എല്ലാം കുഞ്ഞുങ്ങളാലോ ഒരരയണം. ഒരെണ്ണം എന്ത് ചെയ്യും? ഇതിൻ്റെ പേരെന്ത് ചെയ്യും? ആനോ വീടോ? അയ്യോ ഓക്കെ. അപ്പോൾ വീടുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ നമ്മൾ എന്നിട്ട് ട്യൂബിൽ കയറി. അപ്പോൾ ഇവിടുത്തെ ട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂൻസ് വേ, എലിസബത്ത് വേ, അങ്ങനെ കുറേ വേ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്നാ സംഭവം എന്ന് മനസ്സിലായോ? അറിയാം, അതെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും നമുക്കറിയാം. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ ടണലിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ട്യൂബ് പോകുന്നത്. ചെവിക്കൊക്കെ ഒരു അടഞ്ഞിരിക്കണ ഒരു സെറ്റ് ഇതായി വന്നു ആദ്യമായിട്ട് കയറിയതുകൊണ്ട്. പിന്നെ നല്ലതായിരുന്നു. അപ്പൊ രണ്ട് സൈഡിൽ ഇങ്ങനെ അതിന്റെ ലൈൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ആ ലൈൻ കണ്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ട്യൂബ് അതന്നെ ഒരു ട്രെയിൻ പോലെ ട്യൂബ് കിടന്നിട്ട് ഡോറൊക്കെ തുറന്നിട്ടേക്കോ. ഓടി പോയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം, നമുക്ക് ഇതിൽ പോകാമെന്നും പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വലിച്ച് കയറ്റാൻ നോക്കും. ഞാൻ പറഞ്ഞു കയറല്ലേ, നമുക്ക് അറിയത്തില്ലല്ലോ എന്നിട്ട് തിരിച്ച് വലിച്ച് ഇവിടെ കയറിയിട്ട് ഞാൻ അവിടെ വലിച്ച് തിരിച്ചിറക്കിയതാണ്. ഇവിടെ ഇറങ്ങിയതും ഡോർ ഓട്ടോമാറ്റിക്കലി അടയുകയും ചെയ്തു. എന്തോ ദൈവാദിനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെങ്കൊച്ച്, ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വന്നൊരു പെങ്കൊച്ച് ഞങ്ങൾക്ക് ഇവിടുത്തെ പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ആ പെങ്കൊച്ച് എന്ത് ചെയ്തു, ഞങ്ങളെ അവിടുന്ന് കൊണ്ടുപോയി പുള്ളിക്കാരി നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ട്യൂബിന് കറക്റ്റ് വഴിയൊക്കെ എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നു. അവിടുന്ന് റിട്ടേൺ എടുത്താലാണ് ഞങ്ങൾ വന്ന സെന്റ് പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ആണ് സ്റ്റേഷൻ. അവിടെ ഇറങ്ങണം. അവിടെ നിന്നാണ് നമ്മൾ ഈ ആംസ്റ്റർഡാം, ഫ്രാൻസ്, ഇറ്റലി അങ്ങനെയുള്ളിടത്തേക്കൊക്കെ അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന നമ്മളെന്താ ഫ്ലൈറ്റൊക്കെ കയറുന്ന പോലെ ഈ ട്രെയിനിൻ്റെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഷൻ. അപ്പം അങ്ങോട്ട് കയറാനായിട്ട് വേറെ അവിടെ ഇറങ്ങി ട്യൂബ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അത് പക്കയായിട്ട് പറഞ്ഞു തന്നു. നമ്മൾ ട്യൂബിൽ കൊണ്ടുവിട്ടു, കറക്റ്റ് ട്രെയിനിലേക്ക് ട്യൂബിലേക്ക് ആ കുട്ടി നമ്മളെ കൊണ്ടുവിട്ടു. അതിൻ്റെ ടാങ്കൊക്കെ പറഞ്ഞ് ഓൾറൈറ്റൊക്കെ പറഞ്ഞ് വിട്ടു. സെറ്റായിരുന്നു. യോയിലെത്തി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പായിരുന്നു. ഇവിടെ പിന്നെ ഇതിൻ്റെ കുറച്ച് വേറെ കേസുണ്ട്. വേറെ സാധനം കാണിച്ചു തരാം, ഡീറ്റെയിൽസ് ഇവള് പറയും. ഇതെന്ത് ഫ്ലവറാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ സ്പ്രിംഗ് സീസൺ ചേഞ്ച് ആവാൻ തുടങ്ങിയപ്പോൾ മൊത്തം ഇവിടെ മൊത്തം നല്ല കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള ലൊക്കേഷനുമാണ്. ഇവിടെ കുറേ അടുത്തുണ്ട് ഇത്. പിന്നെ ഇവിടെ എന്താണ് ചെറി ബ്ലോസംസ്. എനിക്ക് തോന്നുന്നു ഇപ്പം ലണ്ടൻ സൈഡിലൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ടത്. ഇതിപ്പം മെയിൻ റോഡിൽ എവിടെയുണ്ട് നന്നായി എല്ലായിടത്തും സ്പ്രെഡായി അത് ബ്ലോസംസ് ഒക്കെ ആയി വരുമ്പോഴേക്കും കാണിക്കാം. അത് നല്ല രസം കാണാനായിട്ട്. കാറ്റത്ത് ഇങ്ങനെ അതിങ്ങനെ കൊഴിഞ്ഞു വീണാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ കാണിച്ചു തന്ന വഴിയിലെത്തി. അതായത് ഇവിടുന്ന് നമുക്ക് തിരിച്ചങ്ങോട്ട് പോകും. തിരിച്ചു പോയി കുറച്ച് ജസ്റ്റ് ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളത്. വലിയ ഇതൊന്നുമില്ല. നമുക്ക് ആദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ എപ്പോഴും ഇവിടെ വന്നുകൊണ്ട് ഇതൊന്നും ഇല്ലാതായി. പക്ഷേ എപ്പോഴും ഇവിടെ തന്നെ ആയിട്ട് വരുള്ളൂ. ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെയാണ്, ഈ പാർക്കിലാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തേക്കണേ. മീൻസ് വീടല്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളത് അണ്ടർഗ്രൗണ്ടൊക്കെ കാട്ടിത്തരാം. അണ്ടർഗ്രൗണ്ട് അല്ല, ഒരു പാലത്തിൻ്റെ അടിയിലൂടെയുള്ള വഴി.
ഇവിടെ എല്ലാവരുടെയും കയ്യിൽ ഓരോരോ പെറ്റ്സ് കാണും. എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ഒരു 90% ആൾക്കാരുടെയും കയ്യിൽ പെറ്റ്സ് ഉണ്ടാവും. സ്വന്തം പിള്ളേരെ പോലെ, പിള്ളേരെക്കാൾ കൂടുതൽ സ്നേഹത്തോടെയാണ് കൊണ്ടു നടക്കുന്നത്. ഇവിടങ്ങളിൽ 16 വയസ്സ് വരെയാണ് പിള്ളേരെ, അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് എനിക്കും അറിയില്ല, ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. എന്നല്ലോട്ടെ, എന്നാ പറയണല്ലോ, അറിയാത്ത കാര്യം പറയണ്ട അല്ലേ. എന്താ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ പിള്ളേരെ ഓരോരുത്തരെ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് മാറി ഇൻഡിവിജ്വലായിട്ട് മാറും. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം എപ്പോഴും എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കില്ല, മാറി സെപ്പറേറ്റ് ആയിട്ട് മാറും. അവിടെ ആനയാണോ തുമ്പി കൈയാണ് നിൽക്കണ്ടല്ലോ? അല്ലോ സോറി ഞാനും വിചാരിച്ചു ഇവിടെ ആനയോ. അല്ല, നമുക്കത് തോന്നും, പറ്റിപ്പോയില്ലേ, എന്ത് ചെയ്യാനല്ലേ. കരിഞ്ഞ മണം വരുന്നുണ്ട്. ഫ്ലവർ ലൈൻ അങ്ങോട്ട് കത്തിപ്പോയിട്ടുണ്ടെന്നാണ് തോന്നണേ. ഇതെങ്ങോട്ട് ഈ പോണതെന്നും എനിക്കങ്ങോട്ട്, ഇതെങ്ങോട്ട് ഈ വഴി അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴിയാണോ? നമ്മൾ കാണിച്ച അങ്ങോട്ട് പോകുന്ന വഴിയാണോ? ഇത് അവിടെ ആൽസൺ പാർക്കിൽ നിന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഓ, ഇത് മറ്റേ കാർ പാർക്കിങ്ങിൻ്റെ എൻട്രൻസ് ആയിരിക്കും അല്ലേ? നമ്മൾ നിരീക്ഷിക്കാനൊരു ക്യാമറ കണ്ടോ? ഇതായിരിക്കണ ക്യാമറയാണ്, അത് വെളുത്തതാണ്. ഗൈസ്, അവിടെ ഒരു ഐറ്റം സാധനം നിൽക്കുന്നുണ്ട്. എന്താകും എന്നൊന്നും അറിയില്ല. അടി വിളിക്കുക കന്ന് പറഞ്ഞ് ഓടി വരും കേട്ടോ. അന്നേരം ജപിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ ഒരു ജർമ്മൻ ഷിപ്പാടൊക്കെ ഉണ്ട്, പറ്റിയാൽ കാണിച്ചു തരാം. കാരണം അങ്ങനെ വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അത് ജർമ്മൻ ഷിപ്പാട് തന്നെയാണോ എന്തായാലും വേണ്ടില്ല, നല്ലൊരു ഐറ്റമാണ്. നോക്കാം. പേടിക്കൊന്നും വേണ്ട, ഒന്നും ചെയ്യുന്നില്ല. സാധനത്തിന് കണ്ടോ നോക്കി ഫോണുണ്ടോ? അതിൻ്റെ സൈസ് കാണാറും, ഒതുങ്ങി നടക്കാം. ആ കുഞ്ഞെ, അതിനെ കണ്ടിട്ട് എന്ത് തോന്നി? നല്ല പേടി തോന്നി. നല്ല ഐറ്റൊരു സാധനം. ജർമ്മൻ ഷിപ്പാടാന്ന് തോന്നുന്നു. അതെ, ജർമ്മൻ ഷിപ്പാടാണ്. ഇവൾക്കറിയത്തില്ല. അപ്പോൾ എന്നാണല്ലോ അതൊരു ഐറ്റം ആയിരുന്നു. നമുക്ക് ഇവിടുത്തെ ഇറങ്ങണ്ടേ? പോട്ടെ. ഇപ്പം ഞങ്ങൾ ഈ വഴി ഇറങ്ങി. ഇവിടെ ഒരു കുറച്ച് അരയന്നങ്ങളൊക്കെ ഉണ്ട്. നോക്കട്ടെ, അരയന്നങ്ങളുണ്ടോയെന്ന് നോക്കട്ടെ. ഈ വഴി അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് അരയന്നങ്ങളൊക്കെയാണ് ഉണ്ടാവാറുണ്ട്. അന്ന് ഞങ്ങളൊരു വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഈ വല്യമ്മയും ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് അരയന്നങ്ങൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് പോയി. ഇതാണ് നമ്മൾ ആദ്യം കണ്ട കുതിരയുടെ ഇത്. ഇവിടെ നമുക്ക് കുതിരയ്ക്ക് പുല്ല് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ കുതിരയില്ല. എന്തായാലും അരയന്നുണ്ടോ നോട്ടെ. വല്യമ്മ തോന്നും. ഇവിടെ അരയന്നം ഇല്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് കാണാൻ കഴിഞ്ഞത് ഇവിടെ വന്നിട്ട്? കാണാൻ കഴിഞ്ഞില്ല. നല്ല സ്പോട്ടായിരുന്നു. ഇവിടെ കുറച്ച് അരയന്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ നല്ല കാര്യം കൊണ്ടും നല്ല യോഗമായ സമയമായതുകൊണ്ടും രാവിലെ 9 മണിക്ക് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയതുകൊണ്ടും ഇവിടെ എത്തിയപ്പോൾ 4 മണി ആയതുകൊണ്ടും അരയന്നങ്ങൾ കാണാൻ പറ്റിയില്ല. എന്ത് ചെയ്യാനാ നമുക്ക്? കണ്ടോ, ഈ വഴി കണ്ടോ കേട്ടോ. ചിഞ്ചിരി 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 ചിഞ്ചിരി.
വരുന്നുണ്ട്, കുഞ്ഞേ വരുന്നുണ്ട്. ഓടി പോകണുണ്ടോ കുഞ്ഞൻ? ഇവൻ ഞങ്ങളുടെ പുറകെ ഓടി പോയി നടക്കും. കുതിര 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 പിള്ളേരാണ്. വന്ന വരവ് കണ്ടോ? തീറ്റൊന്നും കൊടുക്കണ്ട. അതെ, ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു കുതിര ഇങ്ങനെ വരുന്നത്. യെസ്, തൊട്ടോ 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 തൊട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുതിര നിൽക്കുന്നു. ഞങ്ങളുടെ അടുത്ത് കുതിരയെ ഇതെന്നാ നിൻ്റെ തലയെ കുതിര? ഈ കുതിരേനെ നമ്മൾ എങ്ങനെയൊന്ന് കാണിക്കണം നോക്കട്ടോ. പുല്ല് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പുല്ല് കിട്ടും എന്നുള്ള വിചാരത്തിൽ വന്നേക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ കിട്ടും. ആ ഈറ്റ് ചെയ്യാൻ പാടില്ല. മറ്റേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു, കുതിരേനെയും തൊട്ടു. എന്നാ കുഞ്ഞു നിങ്ങുന്നേ, ഇനി നീ ക്യാമറ പിടിച്ചേ, ഇവിടെ നിന്ന് പിടിച്ചോ. ഇനി ഞാൻ കുറച്ച് നേരം കുതിരയുടെ കൂടെ ആനന്ദിക്കാൻ കുതിരയെ നിന്നിന് അവിടെ പോയി കിട്ടി അന്നല്ലേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതില്ല. ഹായ് കുതിര, എന്നാണ്ട് കുതിര വിശേഷം? സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചോ? വെള്ളമൊക്കെ കുടിക്കണ്ടോ? കുളിച്ചാർന്നോ? അങ്ങ് എന്നാ എൻ്റെ കയ്യിൽ തിന്നാനൊന്നുമില്ല. നിക്കറ് പിടിച്ച് വലിക്കും. നിക്കറ് പിടിച്ച് വലിച്ചാൽ നീ വിവരം അറിയും. ഇതിപ്പോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഈ കുതിരയുടെ കാലിന്റെ ഇതാട്ടത്. ഞാൻ ചോദിച്ചിട്ട് ആരായിരിക്കും ഇതികൾ കുത്തി കുത്തി നടക്കണേന്ന്. അടുത്ത കുതിര വരുന്നുണ്ട്. അടുത്ത വാ. കുതിരേനെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. വാ കുതിരേ, കുതിരേ വന്നില്ല. കുതിര വന്നില്ല. ഇതുണ്ടോ? ഇതൊക്കെയാണ്. വരണ്ട്. കുതിര വരണ്ടേ. അപ്പോൾ ഈ കുതിരയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കയറി നടക്കാമെന്ന് പറഞ്ഞു. ഇല്ല, അകത്ത് കയറാം. ഫീഡ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും കുതിരേനെയൊക്കെ കണ്ടത് കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കുതിരയ്ക്ക് പുല്ല് കൊടുക്കാൻ വേണ്ടി പുല്ല് പറിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുന്നു. നമ്മൾ ഇവിടെ ഒരു സൂത്രം കാണിച്ചാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കുതിരയ്ക്ക് പുല്ല് കൊടുക്കരുത്, കുതിരയ്ക്ക് മുതിര കൊടുക്കരുതെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വായിച്ചു കഴിഞ്ഞു. അത്ര സമയം മതിയായിരിക്കും നിങ്ങൾക്കും വായിച്ചു കഴിയാൻ. അപ്പോൾ എന്തായാലും പെണ്ണുമുള്ളിയാണ് അവിടെ കുതിരേനെ ഓമനിച്ചുകൊണ്ടിരിക്കുന്നു. സോറി, പെണ്ണുമുള്ളി അല്ലാട്ടോ, ആ കുഞ്ഞ്. അപ്പോൾ നമുക്ക് പയ്യെ ചലിക്കാൻ നോക്കാം. പോയാലോ? എല്ലാം വരുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുതിരക്കുട്ടാ. മൂന്ന് കുതിരയായി. അങ്ങോട്ട് വാ. കുതിര ഓടുന്നു. ഈ കുതിര ഒന്ന് ഓട് പറഞ്ഞെങ്കിൽ. കുട്ടികളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെട്ടൊരു കുതിര ബ്ലാക്ക് കുതിരയാണ്. ഈ കുതിരേനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ബ്ലാക്ക് കുതിര. എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം കളറ്, അതുകൊണ്ടായിരിക്കാം.
അപ്പോൾ ഞങ്ങൾ കുതിരയൊക്കെ കണ്ടു കഴിഞ്ഞ് എന്തായാലും നല്ലൊരു ഇതായി, സന്തോഷം. പിന്നെ കുതിരയെ അടുത്ത് കാണാനും പറ്റി. ഇത്രയും അടുത്ത് നിലവിൽ ഇത് ആദ്യമായിട്ട് വന്നപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ട് വന്നപ്പോൾ അല്ല, ഇത്രയും നാളായിട്ട് വന്നിട്ടും ആദ്യമായിട്ടാണ് കുതിര ഇങ്ങനെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ ആ കുതിരയെ ശ്രദ്ധിച്ചോ, എന്നാ വണ്ണ മുതിര അല്ലടി, അത് പുല്ല. എൻ്റെ പൊന്നേ, കുതിര എന്ന് പറഞ്ഞാൽ മുതിര എന്ന് കേൾക്കരുത്. കുതിര മുതിര അതൊന്നും അങ്ങനെയല്ല. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെബിൾ ബീച്ച്. അങ്ങനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പെബിൾ ബീച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇതേ സാധനമൊക്കെ ആയിരിക്കും എന്നാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, അതെന്തിലായിരിക്കും പെബിൾസ് കല്ല. പെബിൾസ് എന്ന് പറഞ്ഞാൽ ഉരുളങ്കല്ല് തന്നെയാണ് പെബിൾസ് എന്ന് പറഞ്ഞേ. ആണോ? ഇംഗ്ലീഷ് പഠിക്കേണ്ടിയിരിക്കുന്നു. പെബിൾസ് ബീച്ച്, ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇത് കണ്ടോ, നല്ലൊരു രസമുണ്ടല്ലേ. എന്ത് രസമാണെന്ന് നോക്കി. ഇനി വേറെ രസം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു വൈഡ് ആംഗിൾ വീഡിയോ എടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.